അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വളരെ ഏകാധിപത്യപരമായിട്ടുള്ള സാമ്രാജ്യത്വപരമായ ഒരു അക്രമമാണ് വെനസ്വേലയ്ക്കെതിരെ നടത്തിയിട്ടുള്ളത്. ഇത് ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ അവിടുത്തെ പ്രസിഡന്റിനെയും അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ ബന്ധുക്കളാക്കി പിടിച്ചുകൊണ്ടുപോയി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് അമേരിക്ക കഴിഞ്ഞ 1-2 മാസമായി കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അക്രമമാണ്. കാരണം യാതൊരു കാരണവുമില്ലാതെ അന്യരാജ്യത്ത് ഇടപെടുക, അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുപോവുക, ഇതിന്റെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് തീർത്തും ആ രാജ്യത്തുള്ള എണ്ണ സമ്പത്ത് കൈക്കലാക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന്റെ മറയായിട്ടാണ് അദ്ദേഹം അമേരിക്ക പല രീതിയിലുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് വലിയ രീതിയിലുള്ള ഡ്രഗ് കയറ്റുമതിയുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അതിനുവേണ്ടിയിട്ടാണ് അവിടുന്ന് വരുന്ന ബോട്ടുകളെയും കപ്പലുകളെയൊക്കെ ആക്രമിച്ചുകൊണ്ടിരുന്നത് എന്ന ന്യായമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ 2 മാസമായി വേണ്ട സൈനിക സന്നാഹങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് ഏകപക്ഷീയമായി ഒരു രാജ്യത്തെ കടന്നു കയറുകയും ബോംബിടുകയും, നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഏകദേശം 200ഓളം ആൾക്കാർ ഇപ്പോൾ തന്നെ കൊല്ലപ്പെട്ടതായിട്ടാണ് അറിയുന്നത്. പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ഏകപക്ഷീയമായി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് അമേരിക്ക എടുത്തിരിക്കുന്നത്. ലോകം വളരെ ആശങ്കയോടുകൂടിയാണ് ഇത് കാണുന്നത്. ശരിക്കും അമേരിക്കയിൽ ട്രംപ് പ്രസിഡന്റായപ്പോൾ 2ാം തവണ പ്രസിഡന്റായപ്പോൾ അദ്ദേഹം ഉന്നയിച്ച സാമ്രാജ്യത്വപര പ്രസ്താവനകൾ നമ്മൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. അത് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന് പറയുന്നു, കാനഡയ്ക്കെതിരെ നടത്തിയ പ്രസ്താവനകൾ, അതുപോലെ ഗൾഫ് ഓഫ് മെക്സിക്കോ അമേരിക്കയ്ക്ക് വേണമെന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ എന്തൊക്കെ മൂല്യങ്ങളാണോ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോക രാജ്യങ്ങൾ പരസ്പരം അവരുടെ പരമാധികാരം അംഗീകരിച്ചുകൊണ്ട് ലോക രാഷ്ട്രീയത്തെ കെട്ടിപ്പടുത്തോ UN-ന്റെ നേതൃത്വത്തിൽ അതിനെയൊക്കെ പാടെ തള്ളിക്കളയുന്ന അത്തരത്തിൽ ഉള്ള എല്ലാ ന്യായങ്ങളെയും എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും ഇല്ലാതാക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഒരു രാജ്യം അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പരസ്പരം അംഗീകരിക്കുന്നു, അവരുടെ പരമാധികാരത്തെ ബഹുമാനിക്കുന്നു എന്നതാണ് ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര ബന്ധത്തിന്റെ ഒരു അടിസ്ഥാന ശിലയായി. അതായത് ഇവിടെ നിക്കോളസ് മഡൂറോ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ തങ്ങളുടെ പരമാധികാരത്തിലേക്ക് കടന്നു കയറാൻ ആരെയും അനുവദിക്കില്ല എന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ച ഒരു പശ്ചാത്തലമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഹ്യൂഗോ ഷാവേസിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം വെനസ്വേല ഭരിച്ച ആൾ കൂടിയാണല്ലേ നിക്കോളസ് മഡൂറോ? ഒരു രാജ്യത്തിന്റെ പരമാധികാരം അംഗീകരിക്കുന്നില്ല എന്നൊരു മറ്റൊരു രാജ്യം പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ഒരു രാജ്യത്തെ സ്വതന്ത്രമായി നിലനിൽക്കുവാനോ അല്ലെങ്കിൽ ആ രാജ്യത്തെ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനോ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ പ്രവർത്തിക്കുവാനോ മറ്റൊരു ശക്തിയുള്ള രാജ്യം അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെയും അവിടുത്തെ ഭരണ സംവിധാനത്തെയും വിഭവങ്ങളെയും മറ്റൊരു രാജ്യം കൈക്കലാക്കുക എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ കൊളോണിയലിസത്തെയും അതുപോലെ നിയോ കൊളോണിയലിസത്തിലൊക്കെ നമ്മൾ നിർവചിക്കുന്നത്. ആ സിദ്ധാന്തം ഇവിടെ നടപ്പാക്കുകയാണ് അമേരിക്ക ഏകപക്ഷീയമായിട്ട് ചെയ്തത്. അപ്പോൾ ജനാധിപത്യ മൂല്യങ്ങളെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് കെട്ടിപ്പടുത്ത ഒരു ലോകരാജ്യ ക്രമത്തിൽ നിന്ന്, അന്താരാഷ്ട്ര ക്രമത്തിൽ നിന്ന് അമേരിക്ക പിന്നോക്കം പോകുവാനുള്ള സൂചന ട്രംപ് ആദ്യഘട്ടങ്ങളിൽ തന്നെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളും ആ പ്രദേശങ്ങളും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട്, അവിടുത്തെ വിഭവങ്ങൾ ഏകപക്ഷീയമായി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്ന ചിത്രം നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം കാണുകയാണല്ലോ. അത് പ്രാവർത്തികമാക്കുകയാണ് ചെയ്തത്. ലോകത്തെ വെനസ്വേല എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സൈനികമായി നോക്കുകയാണെങ്കിൽ ഒരു എതിരാളിയല്ല. അങ്ങനെ തീർത്തും ദുർബലമായ രാജ്യങ്ങളെ, സൈനികമായ ദുർബലമായ രാജ്യങ്ങളെ അവിടുത്തെ സമ്പത്തിൽ കണ്ണുവെച്ചുകൊണ്ട് അമേരിക്ക പിടിച്ചടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് ലോകം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. ശക്തിമാന്മാർ അശക്തരെ കീഴടക്കി ഭരിച്ചിരുന്നതായിരുന്നല്ലോ കൊളോണിയലിസം. അതുകൊണ്ടായിരുന്നല്ലോ നമ്മൾ ബ്രിട്ടന്റെ കീഴിലായി പോയത്, ഭരണത്തിന് കീഴിലായിരുന്നത്. അത്തരത്തിലുള്ള ഒരു മൂല്യവ്യവസ്ഥയാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത് എന്നതിനുള്ള ഒരു വലിയ തെളിവായി നമുക്കിതിനെ കാണാവുന്നതാണ്. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ വലിയ ആശങ്കയോടുകൂടിയാണ് ഇതിനെ കാണുന്നത്. അമേരിക്ക ഇത് ഇവിടെ നടപ്പാക്കിയെങ്കിൽ മറ്റ് ശക്തിയുള്ള രാജ്യങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഇത് നടപ്പാക്കിക്കൂടെ? ഇനി ചൈനയ്ക്ക് ഒരു ദുർബലമായ രാജ്യത്തെ പിടിച്ചെടുക്കുന്നതിനുള്ള ഒരു ന്യായമായിട്ട് ഇത് മാറുമോ എന്ന് നമ്മൾ നോക്കേണ്ടതില്ലേ? അപ്പോ ലോകം തീർത്തും ഒരു ആശങ്കയുടെയും അരാജകത്വത്തിന്റെയും വക്കിലാണ്. ശക്തിമാന്മാർ ശക്തിയില്ലാത്തവരെ കീഴടക്കി അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.